सहनावतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। हरि ओम श्री गुरुभ्यो नमः। हरि ओम। ओम समस्त जन कल्याणे निरतं करुणामयं नमामि चिन्मयं देवं सद्गुरुं ब्रह्म विद्वरम्। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं परमानन्दमाधवम्। हरि ओम्। ओम वार्धाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन ग्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीम् अष्टादशाध्यायिनीम् अम्ब त्वामनुसन्दधामि भगवद्गीते भवद्वेषिणीम्। हरि ओम्। എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കർമ്മയോഗമാണ്. അപ്പോൾ കർമ്മയോഗം എന്നുള്ളൊരു ടോപ്പിക്കും അതേപോലെ തന്നെ കർമ്മയോഗം എന്ന് പറയുന്ന ഒരു അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്താ ടോപ്പിക്ക്? എന്തുകൊണ്ട് കർമ്മയോഗം ചെയ്യണം എന്നുള്ളത് നമ്മൾ കണ്ടു. കാര്യം എന്താണ്? ആ സ്വാർത്ഥത ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ, ചിത്തശുദ്ധി ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ആധ്യാത്മിക പാതയിലെ ആദ്യത്തെ കാൽവെപ്പ് എന്ന് പറയുന്നത് ചിത്തശുദ്ധി ഉണ്ടാക്കുകയും അതിന് കർമ്മയോഗം വളരെ എസെൻഷ്യൽ ആണ് എന്ന് മനസ്സിലാക്കി കർമ്മയോഗം ചെയ്യണം എന്നുള്ളതാണ്. അത് നമ്മളൊരു സാധനയെ പറ്റിയൊക്കെ പഠിക്കുന്ന സമയത്ത് ടെക്നിക്കലി മനസ്സിലാക്കുന്നത്. ഈ അറിവിനെ വളരെ കൃത്യമായിട്ട് അർജുനന്റെയും ശ്രീകൃഷ്ണന്റെയും ജീവിതത്തിൽ കൂടെ അർജുനന്റെ വീഴ്ചയിൽ നിന്ന് അർജുനനെ ഉയർത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നതായി വ്യാസഭഗവാൻ നമുക്ക് കാട്ടിത്തരാണ്. അപ്പം അതിൽ തന്നെ പല തലങ്ങളിൽ നിന്ന്, പല ആംഗിളുകളിൽ നിന്ന് ഈ ഒരേ കാര്യത്തിനെ നോക്കിക്കാണുന്നുണ്ട്. ഇനി വരുന്ന അധ്യായങ്ങളിൽ ഇത് വരും. ഓക്കെ, കാര്യം എന്താണെന്ന് വെച്ചാൽ അർജുനന്റെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ അർജുനന്റെ ഇപ്പോഴത്തെ ഒരു അധികാരിത്വം കർമ്മയോഗത്തിൽ കൂടെ ഉയരാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് കൊണ്ട് വീണ്ടും 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 ഈ കർമ്മയോഗത്തിനെ പറ്റി വരും. ഓക്കെ, അപ്പം അതിന് നമ്മളെന്താ വളരെ കൃത്യമായിട്ട് ഇതാണ് കർമ്മയോഗം എന്ന് കണ്ടു. രണ്ടാമത്തെ അധ്യായത്തിലെ കർമ്മയോഗം എന്താണെന്ന് ടെക്നിക്കലി കണ്ടു. എന്താണ്? ഈശ്വരാർപ്പണ ബുദ്ധി, പ്രസാദ ബുദ്ധി, വ്യവസായാത്മിക ബുദ്ധി ഇത്യാദി കാര്യങ്ങളിലൂടെ. ഇനി എന്തുകൊണ്ട് കർമ്മയോഗം ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ വേറൊരു ആംഗിളിൽ നമ്മൾ മൂന്നാം അധ്യായത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, എനിക്ക് പേഴ്സണലി എൻ്റെ ഡെവലപ്മെന്റ് ആണല്ലോ ഇതെല്ലാം. എന്നെ മികച്ച ഒരാളാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ കാര്യം. അപ്പം എന്താണ്? നീ കള്ളത്തരം കാണിക്കരുത്, നിന്റെ ഇന്ദ്രിയങ്ങളെയൊക്കെ അടച്ച് വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് മനസ്സുകൊണ്ട് ലോകത്തിൽ ചുറ്റി സഞ്ചരിക്കുന്നതിനേക്കാൾ മികച്ചത് എന്താണ്? ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഈ ലോകത്തിൽ എന്താണോ നിന്റെ ഡ്യൂട്ടി, ആ ഡ്യൂട്ടി കർമ്മയോഗ ഭാവനയിൽ ചെയ്യുന്നതാണ് എന്ന് ഭഗവാൻ പറഞ്ഞു തുടങ്ങി. എന്നിട്ടോ ഈ കർമ്മയോഗ ഭാവന എന്ന് പറയുന്നത് എന്താണ്? യജ്ഞാർത്ഥമായിട്ട് കർമ്മം ചെയ്യുകയും മുക്തസംഗനായിട്ടിരിക്കുകയുമാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. യജ്ഞാർത്ഥമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരന് വേണ്ടിയിട്ട്, മുക്തസംഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫലത്തിനെ പ്രതീക്ഷിക്കാതെ. ഈ കാര്യം നമുക്ക് നേരത്തെ അറിയാം. എന്നിട്ട് ഈ യജ്ഞത്തിനെ ഭഗവാൻ വിശദീകരിക്കും. കാര്യം ഇത് കർമ്മയോഗത്തിന്റെ വേറൊരു ഷെയ്ഡാണ്. എന്താ ഷെയ്ഡ്? ഞാൻ നന്നായ മാത്രം പോരല്ല, എന്നെ കൊണ്ട് ഈ സമൂഹത്തിനേക്കും കൂടെ ഞാൻ എന്താണ്
ഒരു പോസിറ്റീവ് കോൺട്രിബ്യൂട്ടറായിട്ട് മാറണം. അങ്ങനെ ഞാൻ ചെയ്തു തുടങ്ങുമ്പോഴേ സത്യത്തിൽ എൻ്റെ സ്വാർത്ഥത ഇല്ലാതാവും. ചില ആൾക്കാരുണ്ട്, ഞാൻ വേറെ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ വരുന്നില്ല, എന്നെ എന്തിനാ നിങ്ങൾ ഈ പരിപാടിക്കൊക്കെ വിളിക്കുന്നത് എന്നാലും ചില ആൾക്കാരൊക്കെ ചോദിക്കുക. അങ്ങനെയല്ല, നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്. എന്ത്? സമൂഹത്തിൽ ഇടപെട്ട് നിൽക്കേണ്ടതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട്. എങ്ങനെ ഇടപെടണം? ഏറ്റവും പോസിറ്റീവായിട്ട് നമ്മൾ ഇടപെടണം. എടുക്കുന്നതിലധികം കൊടുത്തു, അനുഭവിക്കുന്നതിൽ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചു, ത്യാഗവും സേവനവും കൊണ്ട് ഉത്കൃഷ്ടമായ ആ ഒരു നോബിൾ ലൈഫ് സത്യനിഷ്ഠയോടുകൂടി നമ്മൾ ചെയ്യണം. ഞാൻ ചിന്മയാമിഷനിലെ പ്രതിജ്ഞയിലെ ഒരു ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, ഇത് നമ്മൾ ചെയ്യണം. We live honestly the noble life of sacrifice and service, producing more than what we consume and giving more than what we take. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇത് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടിന്യൂസ്ലി നമ്മൾ ചെക്ക് ചെയ്യണം. ഇത് നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ ഭഗവാന്റെ അഭിപ്രായത്തിൽ നമ്മൾ കള്ളന്മാരാണ് എന്നാണ്. കാര്യം എന്താ? ഞാനിവിടെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് സമൂഹത്തിൽ നിന്നും ബാക്കിയുള്ളവരിൽ നിന്നെല്ലാം എനിക്ക് സഹായം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന് ഞാൻ തിരിച്ചു കൊടുക്കണ്ടേ? പൈസയല്ല തിരിച്ചു കൊടുക്കല്, പഞ്ചമഹായജ്ഞത്തിൽ കൂടെ ഞാൻ ഈ കടം വീട്ടണം എന്നാണ്. ഓക്കെ, അപ്പം ഇത് വരെ എന്താണ്? കർമ്മയോഗത്തിനെ പറ്റി, കർമ്മയോഗം ചെയ്യണം എന്നുള്ളതാണ്. ഇനി അടുത്ത 2 ശ്ലോകത്തില് ഈ കർമ്മം ചെയ്യാതിരുന്നാൽ എന്താകും എന്നുള്ളതാണ്. ഇതുവരെ കർമ്മയോഗ പ്രകൃതിയാണെങ്കിൽ ഇനി കർമ്മം ചെയ്യാതിരുന്നാൽ, അതായത് ഈ കർമ്മയോഗത്തിന്റെ ഭാവനയില് കർമ്മം ചെയ്താതിരുന്നാൽ എന്താവും? അപ്പൊ അതിനു മുമ്പ് നമ്മൾ കണ്ടില്ലേ, കർമ്മം ചെയ്തില്ല എങ്കിൽ എന്താണ്? അവൻ പാപിയാകും. അയാള് ഇങ്ങനെ യജ്ഞശിഷ്ടം ഭുജിക്കാത്ത ആള് അവരെന്താണ്? പാപം തന്നെയാണ് ആഹരിക്കുന്നത്. പാപം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാർത്ഥതയാണെന്നെല്ലാം കണ്ടു. ഇനി കർമ്മം ചെയ്യേണ്ടതിന് ഇനിയുണ്ട് കാര്യങ്ങൾ. അർജുന, നീ യുദ്ധം ചെയ്യുകയാണ്, ഇതിന് കൃത്യമായിട്ട് കാര്യമുണ്ട്. യുദ്ധം ചെയ്യാന്ന് ഇവിടെ പറയത്തില്ല, അത് അവസാനം കൊണ്ടുവന്ന് കൺക്ലൂഡ് ചെയ്യത്തുള്ളൂ. പക്ഷെ യുദ്ധം ചെയ്യേണ്ടതിന് നിനക്ക് കൃത്യമായിട്ട് കാരണമുണ്ട്. കാര്യം എന്താ? യജ്ഞഭാവനയിൽ തന്നെ യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ശാസ്ത്രത്തിന്റെ ഭാഷയിൽ 2 ശ്ലോകങ്ങൾ പറയും. നല്ല രസമാണ് ഈ ശ്ലോകങ്ങൾ. ഇതിന് പല 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 രീതിയിലൊക്കെ ആചാര്യന്മാർ വ്യാഖ്യാനിക്കും. ചിന്മയാനന്ദജിയുടെ വ്യാഖ്യാനം നമുക്ക് കുറച്ചുകൂടെ ഒന്ന് റിലേറ്റബിൾ ആണ്, കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇത് വളരെ പ്രശസ്തങ്ങളായിട്ടുള്ള 2 ശ്ലോകമാണ്. അന്നാദ്ഭവന്തി ഭൂതാനി വർജന്യാതന്ന സംഭവ യജ്ഞാദ്ഭവതി വർജന്യ യജ്ഞകർമ്മ സമുദ്ഭവ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഇതിൽ നിന്നിതുണ്ടാകുന്നു, ഇതിൽ നിന്നിതുണ്ടാകുന്നു, ഇതിൽ നിന്നിതുണ്ടാകുന്നു, ഇതിൽ നിന്നിതുണ്ടാകുന്നു. അതുകൊണ്ട് ഇത് വളരെ പ്രധാനമാണ് എന്നാണ് ഇത് പറഞ്ഞു വെക്കാം. ഓക്കെ, എന്താണ് നമുക്കൊന്ന് നോക്കാം. പറയാം, അന്നാദ് ഭൂതാനി ഭവന്തി. ഓക്കെ, ഇതിന്റെ സാധാരണ അർത്ഥം ചില സമയത്ത് നമ്മൾ കേട്ടയക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല രസമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ എടുത്ത് പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അന്നത്തിൽ നിന്ന് ജീവികൾ ഉണ്ടാകും. അതെ, നമുക്കറിയാം, നമ്മൾ കഴിക്കുന്നതിൽ നിന്നാണ് നമുക്ക് അതിൽ നിന്നാണ് രേതസ് ഉണ്ടാകുക, കുട്ടികളുണ്ടാകുക. ഈ രീതിയിലൊക്കെ ആചാര്യന്മാർ വ്യാഖ്യാനിക്കും. അതെ, സത്യമാണ്. പിന്നെയോ പർജന്യാത് അന്ന സംഭവ, മഴയിൽ നിന്ന് അന്നം ഉണ്ടാകും. അത് മഴയത്ത് ഇങ്ങനെ ഓരോ സാധനങ്ങൾ വീഴുക അല്ലല്ല, മഴ പെയ്തത് കൊണ്ടാണ് ചെടികൾ കിളിക്കുന്നത്, അതിൽ നിന്നാണ് എന്നുള്ള സാമാന്യ അർത്ഥം വെച്ചിട്ടാണ് പറയുക. യജ്ഞത്തിൽ നിന്ന് മഴ ഉണ്ടാകുന്നു. അതെ, നമ്മൾ കണ്ടുണ്ട് വൈശാലി സിനിമയ്ക്കകത്ത് അവർ യജ്ഞം നടത്തുമ്പോഴത്തേക്കും മഴ പെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ഇതുണ്ട്. ശരി, അപ്പൊ നമുക്ക് യജ്ഞം ചെയ്യിച്ച് മഴ കൊണ്ടുവരാം. പണ്ടത്തെ കാലത്ത് ഇവിടെ അതിരാത്രയൊക്കെ ഉണ്ടായിരുന്നു. അതിരാത്രം ചെയ്ത് കഴിയുന്ന സമയത്ത് മഴ പെയ്യുന്നല്ല നമ്മള് പല ആൾക്കാരൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ തന്നെയാണോ? ഇതൊരു അർത്ഥമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ കുറച്ചും കൂടെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇതിനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇപ്പൊ കാണാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഓക്കെ, യജ്ഞം കർമ്മത്തിൽ നിന്നുണ്ടാകുന്നു, കർമ്മം ബ്രഹ്മാവിൽ നിന്നുണ്ടാകുന്നു, ബ്രഹ്മാ സഗുണ ബ്രഹ്മം, അക്ഷരം സഗുണ ബ്രഹ്മത്തിൽ നിർഗുണ ബ്രഹ്മത്തിൽ നിന്നുണ്ടാകുന്നു എന്നറിഞ്ഞാലും അതിനാൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മം എന്നും യജ്ഞത്തിൽ നിലകൊള്ളുന്നു. ഇത് ചില സമയത്ത് നമ്മൾ വേറൊരാളുടെ സഹായമില്ലാതെ വായിച്ചാല്, പഠിക്കാൻ ശ്രമിച്ചാല്, മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ഇതിൻ്റെ ഒരു കണക്ഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമുക്ക് തുടങ്ങാം. എവിടുന്ന് തുടങ്ങി എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് പറയാ? നിർഗുണ ബ്രഹ്മത്തിൽ നിന്ന്, അക്ഷര ബ്രഹ്മത്തിൽ നിന്ന് ബ്രഹ്മം ഉണ്ടായി. നിർഗുണ ബ്രഹ്മത്തിൽ നിന്ന്, അത് നിർഗുണ ബ്രഹ്മത്തിൽ നിന്ന് അക്ഷര ബ്രഹ്മം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് പറയാം. അതായത് പറയാ നിശ്വസിതം വേദ, അതായത് ആ ബ്രഹ്മത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ നിശ്വാസമാണ് വേദാന്തം. അപ്പം ഈ ബ്രഹ്മത്തിന് പല അർത്ഥങ്ങളുണ്ട്. അപ്പം നിർഗുണ ബ്രഹ്മത്തിൽ ആ അബ്സല്യൂട്ട് റിയാലിറ്റിയിൽ നിന്ന് എന്തുണ്ടായി? വേദങ്ങൾ ഉണ്ടായി എന്നാണ്.
ഇവിടെ സഗുണബ്രഹ്മം എന്ന് ഉപയോഗിക്കുന്നതിനേക്കാൾ എന്താണ് യജ്ഞ കർമ്മ ബ്രഹ്മോദ്ഭവം, ബ്രഹ്മം അക്ഷര സമുദ്ഭവം എന്ന് പറയുന്നില്ല. അപ്പൊ ബ്രഹ്മത്തിൽ നിന്ന്, അക്ഷരത്തിൽ നിന്ന് ബ്രഹ്മം ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒന്ന്, ആ പരമാത്മാവിൽ നിന്ന് എന്താണ്, ആ പരമാത്മാവിന്റെ നിശ്വാസമായി കണ്ടിട്ട് വേദങ്ങൾ ഉണ്ടായി എന്നാണ് അറിവ്. പല രീതിയിൽ ആചാര്യന്മാർ ഇതിനെ വ്യാഖ്യാനിക്കും. അതിൻ്റെ ഒരു രീതിയാണ് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയെ പറ്റിയാണ് ഈ പറയാം. ഈ നിർഗുണ ബ്രഹ്മത്തിൽ നിന്ന് എന്താണ് സഗുണബ്രഹ്മം എന്ന് പറയാൻ, അല്ലെങ്കിൽ ആ വേദം ഉണ്ടായി. ഈ വേദത്തിൽ നിന്നുണ്ടായി കർമ്മമുണ്ടായി എന്നാണ് പറയുക. അതെ, തീർച്ചയായിട്ടും. കാര്യം വേദത്തിലാണ് നമ്മൾ എന്തൊക്കെ കർമ്മങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ വിധിയും നിഷേധവും ഉള്ളത്. വിധിയും നിഷേധവും ഉള്ളത് എവിടെയാണ്? വേദത്തിലാണ്. നമ്മൾ വേറൊരു ഉദാഹരണം എടുക്കുമ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാവേ. വിധി നിഷേധങ്ങൾ എവിടെ ഉള്ളത്? വേദത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ എന്താണ്, ഒരാളിൽ നിന്ന്, ഏതെങ്കിലും ഒരു മഹാത്മാവിൽ നിന്ന് ഒരു സംഘടന ഉണ്ടായി. ആ സംഘടനയ്ക്ക് ഒരു ബൈലോ ഉണ്ടാവും. പിന്നെ ഇനി ഈ ബൈലോ അനുസരിച്ചിട്ടാണ് ആൾക്കാർ പ്രവർത്തിക്കേണ്ടതെന്നാണ്. അപ്പൊ അതേപോലെ നമുക്ക് ഓരോരുത്തർക്കുമായിട്ട് എന്തുണ്ടായി? ആ വേദങ്ങൾ ഉണ്ടായി, വേദങ്ങളുണ്ട്. അപ്പൊ ഈ വേദത്തിന്റെ അകത്താണ് വിധി നിഷേധം. അതുകൊണ്ടാണ് ആ കർമ്മം ഉണ്ടായി എന്ന് പറയാം. കാര്യം എന്താ? ഈ കർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ്, നിത്യകർമ്മം എന്താണ്, നൈമിത്യകർമ്മം എന്താണ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പ്രായശ്ചിത്ത കർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ എവിടെ ഉള്ളത്? വേദത്തിലാണ് ഉള്ളത്. അറിവിന്റെ ഭാഗമായിട്ടാണ് അതുള്ളത്. ഇനി ഈ കർമ്മത്തിൽ നിന്ന് യജ്ഞമുണ്ടായി. കർമ്മത്തിൽ നിന്ന് യജ്ഞം ഉണ്ടായി, യജ്ഞത്തിൽ നിന്ന് പർജന്യം ഉണ്ടായി, പർജന്യത്തിൽ നിന്ന് അന്നമുണ്ടായി, അന്നത്തിൽ നിന്ന് ഭൂതങ്ങള് ഉണ്ടായി. ഇതാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് പറയും ഇതിൻ്റെ അകത്ത് യജ്ഞമാണ് ഏറ്റവും, ആ യജ്ഞത്തിലാണ് ആ ബ്രഹ്മം ഇരിക്കുന്നത് എന്നാണ്. കാര്യം എന്താ വെച്ചാൽ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ഇവിടെ യജ്ഞം ക്ലിയർ ആവണം. ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പർജന്യവും അന്നവും ഭൂതങ്ങളും ഉണ്ടാകാൻ യജ്ഞം ക്ലിയർ ആണ്. അപ്പൊ അതിനു മുമ്പ് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് കാണാം. അപ്പം എനിക്കറിയാം ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്ന് എനിക്കറിയാം എന്ന് വെച്ചോ. എന്തെങ്കിലും കാര്യമുണ്ടോ? എനിക്ക് അറിയത്ത് മാത്രമേ ഉള്ളൂ, ഞാനാ ചെയ്യത്തില്ല. മനസ്സിലായല്ലേ? അപ്പൊ ഇവിടെ യജ്ഞം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് അനുഷ്ഠിക്കുകയാണ്. വെറുതെ അനുഷ്ഠിക്കുകയല്ല, എല്ലാവരും നിസ്വാർത്ഥമായിട്ട് വന്നു ചേർന്ന് ഒരുമിച്ച് ചെയ്യണം. ഒരു സംഘടന ഉണ്ടാക്കി, ആ സംഘടനയ്ക്ക് ഒരു ബൈലോ ഉണ്ടാക്കി. ഓക്കെ, ഇന്ന കാര്യങ്ങൾ, ആ സംഘടനയ്ക്ക് കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാക്കി. ഇതാണ് ഈ സംഘടനയുടെ ലക്ഷ്യം, ഇതെല്ലാവരും ചെയ്യണം എന്ന് പറഞ്ഞു. സംഘടനയ്ക്ക് കുറെ അംഗങ്ങളും ഉണ്ട്. പക്ഷെ ഇവരൊന്ന് കമ്മിറ്റി കൂടുകയോ ഒരുമിച്ചിരിക്കുകയോ ഒന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമോ? ഇല്ല. സംഘടനയിലെല്ലാം ഉണ്ട്. കുറെ മനസ്സിലായാലും ഗംഭീരമായിട്ടുള്ള ബൈലയുണ്ട്, ഭയങ്കര ലക്ഷ്യങ്ങളൊക്കെ ആയിരിക്കും, കൃത്യമായിട്ടുള്ള മുദ്രാവാക്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ വിഷൻ സ്റ്റേറ്റ്മെന്റ് എന്നല്ല അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ ആൾക്കാർ ഒരുമിച്ച് വന്ന് ചേർന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോ ഒരുമിച്ച് വരാത്തിടത്തോളം കാലം ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കില്ല. ഇവിടെ യജ്ഞം എന്ന് പറയുന്നത് എന്താണ്? നിസ്വാർത്ഥമായിട്ട് ആളുകൾ ഒരുമിച്ച് വരുന്നതിനെയാണ്. ആൾക്കാർ നിസ്വാർത്ഥമായിട്ട് ഒരുമിച്ച് ചേർന്ന് വരുന്ന സമയത്ത് എന്തുണ്ടാവും? പർജന്യം ഉണ്ടാകും എന്നാണ്. എന്താ പർജന്യം എന്ന് പറഞ്ഞാൽ? മഴ ഉണ്ടാകും എന്നാണ്. ഓക്കെ, ഈ മഴ എന്ന് പറയുന്നത് വെറുതെ മഴ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? സ്വാമി പ്രളയത്തെ പറ്റി ഒന്നും ഓർമ്മിപ്പിക്കരുതേ എന്ന് പറയും. ഇല്ലില്ല, മഴ വന്നു കഴിഞ്ഞാൽ നമ്മൾ പുതിയ 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 നാമ്പുകൾ കിളിർക്കും എന്നല്ലാണ് ഇല്ലേ? അതായത് മഴ എന്ന് പറയുന്നത് ഒരു കണ്ട്യൂസീവ് അറ്റ്മോസ്ഫിയറിനെയാണ് സൂചിപ്പിക്കുക. നല്ലതുണ്ടാകാനുള്ള ഒരു കണ്ട്യൂസീവ് അറ്റ്മോസ്ഫിയറിനെയാണ് മഴ എന്നതുകൊണ്ട് സൂചിപ്പിക്കുക. ഒരു നായകനും നായികയും കൂടെ ഒന്നിക്കാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് ആകാശം, ആ ഇരുണ്ടു മൂടിയ ആകാശത്തിൽ നിന്ന് കടകടകട മഴയൊക്കെ പെയ്യുന്നതൊക്കെ ചില ആൾക്കാരെങ്കിലും എന്താണ് സിംബോളൈസ് ചെയ്ത് സിനിമയിലൊക്കെ കാണിച്ചിട്ടുണ്ട്.
എൻ്റെ ജീവിതത്തില് ചുട്ടുനീറുന്ന എൻ്റെ മനസ്സിലേക്കൊരു മഴ പെയ്തു എന്നൊക്കെ ചില ആൾക്കാർ കവിതയിലും കഥയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബേസിക്കലി മഴ എന്ന് പറയുന്നത് പുതിയത് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് സൂചിപ്പിക്കുക. എപ്പോഴേ പുതിയതുണ്ടാവുള്ളൂ? നമ്മളെല്ലാവരും കൂടെ നിസ്വാർത്ഥരായിട്ട് ഒരുമിച്ച് ചേരുന്ന സമയത്ത്. കുറെ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. കുറെ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ല. പിന്നെയോ നമ്മൾ ഒരുമിച്ച് ചേരുന്ന സമയത്ത്, എങ്ങനെ? നിസ്വാർത്ഥമായിട്ട് ഒരുമിച്ച് ചേരുന്ന സമയത്ത് ഇവിടെ നല്ലത് നടക്കാനുള്ള ഒരു കൺഡ്യൂസീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. നല്ലത് നടക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. ഓക്കെ, ഇതിനെയാണ് പർജന്യം എന്ന് പറയാ. ഈ പർജന്യത്തിൽ നിന്ന്, നല്ല കാര്യങ്ങൾ സമൂഹത്തിന് സംഭവിക്കാനുള്ള ആ സാഹചര്യത്തിൽ നിന്ന് അത് നല്ല വിത്തുകളെ പ്രദാനം ചെയ്യും, അന്നത്തിനെ കൊടുക്കും. ആ വിത്ത് നല്ല ഭൂതാനികളായിട്ടുണ്ടാവും. എങ്ങനെയാണെന്ന് പറയാം. ഇന്നലെ നടന്നൊരു സംഭവം പറയാം. ഇന്നലെ നടന്നൊരു സംഭവം, അതായത് ഇപ്പം ഇവിടെ എറണാകുളത്ത് ശ്രീ രവിശങ്കർജി വരുന്നുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു 17-ാം തീയതി രാത്രി വരും. 18, 19 എറണാകുളത്ത് സിയാലിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ പരിപാടി നടക്കുക. സിയ പരിപാടിക്ക് ഒരു അനൗൺസ്മെന്റും കൂടെ നടക്കട്ടെ. ഓക്കെ, അത് നടക്കുന്ന സമയത്ത് അതിന്റെ ആൾക്കാർ ഇന്നലെ നമ്മളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ താമസിക്കുന്നിടത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവർ പല കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ പടക്ക് എന്ന് പറഞ്ഞ 2 ഐഡിയാസ് വന്നു. ഇത് ചർച്ച ചെയ്യുന്നിടത്ത് പല ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്ത ഐഡിയ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, കാര്യം അത് നടക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പം കൃത്യമായിട്ട് 2 ഐഡിയാസ് വന്നു. അപ്പം ഇതുവരെ ആ ഒരു ഐഡിയ ഇല്ല ഇവിടെ. പക്ഷെ നമ്മളെല്ലാവരും കൂടെ, അതായത് ചിന്മയ മിഷനിലെ ഒരാളും ശ്രീ രവിശങ്കറുടെ ഭാഗത്ത് നിന്നുള്ള ഒരാളും അതേപോലെ തന്നെ RSSന്റെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം സംഘത്തിന്റെ ആൾക്കാരും കൂടെ വന്ന് അവർ ഒരുമിച്ച് ചേർന്ന സമയത്ത്, അതും ആർക്കും ഒരു സ്വാർത്ഥ താല്പര്യങ്ങൾ ഇല്ലാതെ വന്ന സമയത്ത്, ആ ഒരു പർജന്യം ഉണ്ടായ സമയത്ത്, അപ്പോഴാണ് അവിടെ മഴ പെയ്തത്, മനസ്സിലായില്ലേ? ആ പർജന്യം ഉണ്ടായ സമയത്ത് ഒരു ഐഡിയ ക്ലിക്ക് ചെയ്തു. ആ ഐഡിയ ആണ് ഇവിടെ അന്നം. ഇനി ഈ ഐഡിയ നമ്മൾ എങ്ങനെ വലുതാക്കുന്നോ അതിനനുസരിച്ച് അത് ഭൂതങ്ങളായിട്ട് വരും. എപ്പോഴേ ഈ ഐഡിയ ഉണ്ടാവുള്ളൂ? ഇത് പറഞ്ഞ ആളുടെ, ഈ ഐഡിയ അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുടെ ഇത് നേരത്തെ ഇതിനെ പറ്റിയൊക്കെ ഉണ്ട്. പക്ഷെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. കാര്യം എന്നാ? ഒരുമിച്ച് വന്നിട്ടില്ല. മനസ്സിലല്ലേ? ഇവിടെ ഇരുന്ന ആൾക്കാരാണല്ലോ ഈ ഐഡിയ കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഇതുവരെ തന്നെ ഈ ഐഡിയ വരാഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇതുവരെ ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് വന്നിട്ടില്ല. എന്തൊക്കെയാണ് ഓരോ സംഘടന ചെയ്യേണ്ടത്, അവര് ഹിന്ദു സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയൊക്കെ ആ സംഘടനയിലുള്ളവർക്ക് എല്ലാവർക്കും ബോധ്യമാണ്. പക്ഷെ എന്നിട്ട് ഇത്ര കാലമായിട്ട് ഈ 2 ഐഡിയാസ് വരാത്തതിന്റെ കാര്യം ഒരുമിച്ച് വന്നിട്ടില്ല. ആ യജ്ഞം അവിടെ നടന്നിട്ടില്ല. എപ്പോഴാണോ നമ്മൾ ഒരുമിച്ച് കോപ്പറേറ്റ് ചെയ്യേണ്ടവരായിട്ട് നിസ്വാർത്ഥമായിട്ട് സെൽഫ്ലെസ്ലി ഒരുമിച്ച് വരുന്നത്, ആ സമയത്ത് നല്ലത് നടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. ആ സാഹചര്യത്തിൽ നിന്ന് നല്ലതിനുള്ള വിത്തുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ടീം ബിൽഡിങ് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യിപ്പിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടന ഇത്തിരി ഡൗൺ ആകുന്ന സമയത്തൊക്കെ നമ്മൾ പറയും, നിങ്ങൾ വേറെ ഒന്നും ചെയ്തില്ലേലും വേണ്ട, നിങ്ങൾ എല്ലാ ദിവസവും കാണാനുള്ളൊരു ശ്രമം നടത്തൂ. അംഗങ്ങള് എല്ലാ ദിവസവും ഇവരിരുന്ന് വെറുതെ എന്തെങ്കിലും ഇരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ ആയിരിക്കും ഇവർക്കൊരു തോന്നല്, ഇങ്ങനെ വെറുതെ ഇരുന്നാൽ പോരാ, എന്തെങ്കിലും ചെയ്യണം. കണ്ടിട്ടില്ലേ? നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പൊ കുറച്ച് പേര് 10 അമ്മമാര് വരുന്നുണ്ട് ഒരുമിച്ച്. നമുക്ക് എന്ത് ചെയ്യാം? വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കാര്യമില്ല. നമുക്ക് ഭഗവത്ഗീത പഠിക്കാം, നാരായണീയം പഠിക്കാം, സൗന്ദര്യലഹരി പഠിക്കാം. അങ്ങനെ ഒരു ഐഡിയ അപ്പോഴാണ് വരുന്നത്. എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുമ്പോ. കണ്ടിട്ടില്ലേ? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതെല്ലാം കണ്ടായിട്ടുണ്ട്. ചില സമയത്ത് ഈ ലോകത്തിനെ നശിപ്പിക്കാനുള്ള ഐഡിയാസ് ഒക്കെ വരും. അതിനെ പറ്റി അല്ലേ പറയുന്നത്, മനസ്സിലായില്ലേ? പിള്ളേരൊക്കെ ഒരുമിച്ച് ചേർന്ന് അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് ചെയ്യണം, ആ കാറിന്റെ കാറ്റൂരി വിടാം എന്ന് ഏതെങ്കിലും ഒരു ഐഡിയ ആയിട്ട് വരും. അതിനെ പറ്റി അല്ലേ ഇവിടെ പറയാ, മനസ്സിലായില്ലേ? സാധാരണ എങ്ങനെയാണ് നമ്മള് സെൽഫ്ലെസ് ആയിട്ട് ഒരുമിച്ച് കൂടി ആ യജ്ഞം ഉണ്ടാകുന്ന സമയത്ത് ആ പർജന്യം ഉണ്ടാകും. ആ പർജന്യം ഉണ്ടാകുന്ന സമയത്ത് നല്ലതിനുള്ള അന്നം ജനിക്കും. ആ അന്നത്തിൽ നിന്ന് ഭൂതാനികൾ ഉണ്ടാകും. ഈ രീതിയിൽ ഗുരുദേവൻ വ്യാഖ്യാനിക്കും. ഗുരുദേവൻ മാത്രമല്ല ആചാര്യന്മാര് വ്യാഖ്യാനിക്കാറാണ്.
ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? ഒരു സംശയം വേണ്ട, എല്ലാവരും കൂടെ ഒരുമിച്ച് ചേരുന്നതാണ്. ആ യജ്ഞത്തിലാണ് യഥാർത്ഥത്തിൽ ആ ബ്രഹ്മം നിൽക്കുന്നത്. അർജുന, നീ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് യജ്ഞമാണ്, നീ ചെയ്യണം. ഇതാണ് പോയിന്റ്. വളരെ പ്രധാനമാണ് അർജുന. ഓക്കെ. എന്നിട്ടോ ഇനി ഇത് ചെയ്തില്ലെങ്കിലോ? ഡ്യൂട്ടി ചെയ്യാത്തവന് എന്ത് പറ്റും? അവന്റെ ഡ്യൂട്ടി എന്താണോ ആ യജ്ഞം ചെയ്യാത്തവന് എന്ത് പറ്റും? ആരാണോ ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തിയതീഹയ അഘായൂരിന്ദ്രിയാരാമഃ മോഹം പാർത്ഥ സജീവതി. എന്താണ്? അല്ലേ അർജുന, ഇങ്ങനെ പ്രവർത്തിക്കുന്ന യജ്ഞകർമ്മ ചക്രത്തെ ഈ ഒരു ലോകത്തിൽ ആരൊരുവനാണോ അനുവർത്തിക്കുന്നില്ലയോ, പാപായുസ്സും ഇന്ദ്രിയാരാമനുമായ അവൻ ജീവിതം വ്യർത്ഥമാക്കുന്നു. ഇത് വെറുതെ പറയുന്നല്ലേ, ഭഗവാൻ ഇങ്ങനെ ഇത് ഭ്രാഗമൊന്നും അല്ല. ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വാർത്ഥതയുണ്ട് എങ്കിൽ നമുക്ക് സന്തോഷം കിട്ടത്തില്ല വേറെ എന്തുണ്ടെങ്കിലും. ഓർക്കും എന്താ പറയൂ. എൻ്റെ ഉള്ളിൽ സ്വാർത്ഥതയുണ്ട് എങ്കിൽ എനിക്ക് എന്തുണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല, സന്തോഷം കിട്ടത്തില്ല. സന്തോഷം എന്ന് പറഞ്ഞൊരു ആറ്റിറ്റ്യൂഡാണ്, നമ്മുടെ ചോയ്സ് ആണേ. ഓർത്തോണം. ദുഃഖിക്കാറുണ്ടോ? നിങ്ങളൊക്കെ ദുഃഖിക്കാറുണ്ടോ? പിന്നെ അതാണ് സ്വാമി, അതുകൊണ്ടല്ലേ രാവിലെ 6:30 ഇവിടെ വന്നിരിക്കുന്നത്, എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് നോക്കാവുന്നത്. ദുഃഖിക്കാറുണ്ട്. ദുഃഖിക്കുന്നുണ്ട് എങ്കിൽ ആ ദുഃഖത്തിന്റെ വേര് പിടിച്ചു പോയാൽ എവിടെങ്കിലും അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞൊരു പോയിന്റ് അവിടെ കാണും, സെൽഫിഷ്നെസ് എന്ന് പറഞ്ഞൊരു പോയിന്റ് കാണും. അതുകൊണ്ടാണ് ഈ ദുഃഖം വരുന്നത്. നമ്മളതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് താഴോട്ട് പോയി അതിന്റെ വേര് തപ്പിപ്പോയാൽ, ഞാൻ ദുഃഖിക്കുന്ന ഒരു കാര്യത്തിൽ വേര് തപ്പിപ്പോയാൽ അവിടെ ഒരു അറ്റാച്ച്മെന്റ് കാണും. അതേപോലെ തന്നെ ഒരു സ്വാർത്ഥതയുടെ എലമെന്റ് കാണും. ഇത് തിയറി ആയിട്ട് പറയുന്നതല്ല. ഞാനും ദുഃഖിക്കാറുണ്ട്, ഞാനും ടെൻഷൻ അടിക്കാറുണ്ട്, ഞാനും ദേഷ്യപ്പെടാറൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ട്. നമ്മൾ അനലൈസ് ചെയ്താൽ ഇതിന്റെ പുറകിൽ ഒരു സ്വാർത്ഥത കാണും. ഇതിന്റെ പുറകിൽ എന്തുണ്ടാവും? ഒരു സെൽഫിഷ് ആക്ട് കാണും. നമുക്ക് നമ്മുടെ സെൽഫിഷ്നെസ് കളയാതെ സന്തോഷം എന്നുള്ളത്, ആനന്ദം എന്നുള്ളത് പൂർണ്ണമായിട്ട് കിട്ടില്ല. ഇത് നമ്മൾ ചെയ്യണം. ഇല്ലെങ്കിലോ നമ്മളിങ്ങനെ സെൽഫിഷ് ആയിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ പാപായുസ്സും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആ സെൽഫിഷ്നെസ് ഉള്ള ആള്, ആ പാപമുള്ള ആള്, ഇന്ദ്രിയാരാമൻ, അതായത് ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ടവനുമായിട്ടുള്ള അയാളുടെ ജീവിതം വ്യർത്ഥമാക്കും. ഒരു വളരെ രസകരമായിട്ടുള്ളൊരു പടം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ചിത്രം, അതായത് സ്കൂളിലെ കുട്ടികൾക്ക് സമ്മാനം മേടിക്കുന്ന പടം, ഇന്റർനെറ്റിലൊക്കെ കാണും. അത് അതിൻ്റെ അകത്ത് ഒന്നാം സമ്മാനവും 2ാം സമ്മാനവും കിട്ടിയേക്കുന്ന കുട്ടികള് അത്ര സന്തോഷമില്ലാതെ വിഷമിച്ച് ഇങ്ങനെ 3ാം സമ്മാനം കിട്ടിയേക്കുന്നതിനെ നോക്കി നിൽക്കുക. കാര്യം എന്നാ, അവന്റെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ പൊക്കി പിടിച്ച് വളരെ സന്തോഷത്തോടുകൂടി നിൽക്കുന്നതാണ് ആ പടം. 3ാം സമ്മാനം കിട്ടിയവൻ വളരെ സന്തോഷത്തോടെ അവരുടെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ പിടിച്ച് എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കുകയാണ്. 1ാം ഇതും 2ാമത് കിട്ടിയവനും ഇവനെ നോക്കി ഇങ്ങനെ അത്ഭുതത്തോടു കൂടി. എന്നാൽ അവർക്കൊരു വിഷമം. കാര്യം അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല, ഇവൻ സന്തോഷിക്കുന്നത് കാണുമ്പോൾ. കൊച്ചു പിള്ളേരാണേ. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും വേറൊരുത്ത് നല്ലത് വരുന്ന കാണുമ്പോൾ നമുക്ക് വിഷമം വരാറുണ്ടോ? ഇല്ല എന്ന് പറയും. ഇല്ലെങ്കിൽ എനിക്ക് വിഷമമാവുന്നത്. ചില ആൾക്കാരുണ്ട്, അതായത് എനിക്ക് മാത്രം സന്തോഷം, വേറെ ആർക്കെങ്കിലും നല്ലത് വന്നാ എന്താണെന്നറിയത്തില്ല, നെഞ്ചിൽ ഒരു കല്ലെടുത്ത് വെച്ച ഫീലിംഗ് സ്വാമി എന്നെല്ലാം പറഞ്ഞാളെ. ഏതൊരു സിനിമയ്ക്കകത്ത് ശ്രദ്ധ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, വേറൊരുത്തിന് നല്ലത് വന്നു കഴിഞ്ഞാൽ നെഞ്ചത്തൊരു കല്ലെടുത്ത് വെച്ച കണക്കാണ്. ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്. ഈ സ്വാർത്ഥത ഉണ്ട് എങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാകില്ല. പണ്ടുകൊണ്ട് നമ്മൾ കേട്ട് പഠിച്ച ഒരു കഥയുണ്ട്. ആ കഥയുടെ മോറൽ നമ്മൾ തെറ്റിദ്ധരിച്ചാണ് മനസ്സിലാക്കിയേക്കുന്നത് ചില സമയത്തെങ്കിലും. എന്താണെന്നറിയാം, അതായത് രാജാവ് ഉണ്ടായിരുന്നു, ഒത്തിരി പൈസ ഉള്ള ആള്, അയാൾക്ക് ഒട്ടും സന്തോഷമില്ലായിരുന്നു. ഒരു പാവപ്പെട്ട ഒരു ജോലിക്കാരനുണ്ടായിരുന്നു, അയാളുടെ വീട്ടില് നിത്യപട്ടിണി ആയിരുന്നെങ്കിലും അയാളും കുടുംബവും സന്തോഷത്തോടു രാത്രി കിടന്നുറങ്ങും. ഇത്രയും പൈസ ഉണ്ടായിരുന്ന രാജാവിന് സന്തോഷത്തോടുകൂടി ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതിൻ്റെ അകത്ത് പല ആൾക്കാരും നമുക്ക് മോറൽ പഠിപ്പിച്ച എന്താ വെച്ചാൽ, ഒത്തിരി പൈസ ഉണ്ടെങ്കിൽ ടെൻഷൻ ആകുന്ന. അങ്ങനല്ല. ഒത്തിരി പൈസയുടെ ടെൻഷൻ അല്ല, അയാളുടെ ഉള്ളിലെ സ്വാർത്ഥതയാണ് അയാൾക്ക് രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്തത്.
മറ്റേ ആൾക്കാർ ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് കെട്ടിപ്പിടിക്കാനൊന്നുമില്ല, ഉള്ളതുകൊണ്ട് സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു. ആ സന്തോഷം, ഹാപ്പി. മനസ്സിലായില്ലേ? വേണമെങ്കിൽ മറ്റേ രീതിയിൽ എടുക്കാം. പക്ഷെ അതിനേക്കാളുപരി പൈസ ഉള്ള ആൾക്കാർ രാത്രി കിടന്നുറങ്ങുന്നില്ല മര്യാദക്ക്. ഉറങ്ങാൻ പറ്റുമെന്ന്. ഉറക്കം എല്ലാവർക്കും ഒരേപോലാണ്. രാജാവ് ഉറങ്ങുന്നതും മന്ത്രി ഉറങ്ങുന്നതും ജയിൽ പുള്ളി ഉറങ്ങുന്ന ആ ഉറക്കത്തിന് സമയത്ത് നമ്മളെല്ലാരും ഒന്നാന്ന്. സമാധാനത്തിലോട് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ സ്വാർത്ഥത ഇല്ലായിരുന്നു. പരീക്ഷയുടെ റിസൾട്ട് വരുന്നതിന്റെ തലേ ദിവസം നമുക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടോ? ഈശ്വര, നാളെ എന്താകും, നാളെ എന്താകും, നാളെ എന്താകും, എന്താ എനിക്ക് എന്താകും എന്നൊരു അറിയാനുള്ള ഒരു ത്വരയും കാര്യങ്ങളൊക്കെയാണ്. എനിക്കൊക്കെ പണ്ട് ഇന്ത്യയുടെ ക്രിക്കറ്റ് മാച്ച് ഉള്ളതിന്റെ തലേ ദിവസം തന്നെ ഉറങ്ങാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഫുട്ബോൾ മാച്ചിന്റെ സമയത്ത് ആ പ്രശ്നം ഇല്ല. കാര്യം എന്നാ, ഫുട്ബോൾ മാച്ചോടെ എനിക്ക് അത്രേ ഒട്ടലുള്ളൂ. മനസ്സിലാകില്ലേ? ഫുട്ബോൾ മാച്ചിന്റെ സമയത്ത് ഞാൻ ഇതേവരെ ഉറക്കം കളഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ ഫുട്ബോൾ മാച്ച് എപ്പോഴാണ് കളിക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇന്ത്യയുടെ ആൾക്കാരാണെങ്കിലും ഭാരതത്തിന്റെ ആൾക്കാരാണെങ്കിലും ഒളിമ്പിക്സിൽ പോയ സമയത്ത് എനിക്കൊരു ടെൻഷനില്ല. പക്ഷെ ക്രിക്കറ്റ് ഞാൻ കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്, ക്രിക്കറ്റ് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്, ക്രിക്കറ്റ് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള്. സച്ചിൻ കളിക്കുന്നതിന്റെ 90 ദിവസത്തിലെ ആ കളിയുടെ സമയത്ത് ഞാൻ ടെൻഷനാവും. അന്ന് എനിക്ക് ഉറക്കമില്ല. സച്ചിൻ കളിച്ചോണ്ട് എനിക്ക് എന്തെങ്കിലും കിട്ടുമോ? പറയാം, ഭാരതം ജയിച്ചു എന്നുള്ളൊരു തൃപ്തി അല്ലാതെ വേറൊന്നും കിട്ടില്ല. എങ്കിലും എനിക്ക് ഉറക്കമില്ല. കാര്യം എന്നാ, ഈ കളിയോട് അതിന്റെ റിസൾട്ടിനോട് ഞാൻ അറ്റാച്ച്ഡ് ആണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മള് ദുഃഖിക്കുന്നുണ്ട് എങ്കിൽ ദുഃഖത്തിന്റെ കാരണം ഒന്ന് നമ്മുടെ അറ്റാച്ച്മെന്റ് ആണ്. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഈ അറ്റാച്ച്മെന്റിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ശ്രമം നടക്കണം. എന്താ ചെയ്യേണ്ടത്? കർമ്മയോഗം ചെയ്യണം, യജ്ഞഭാവനയിൽ ചെയ്യണം. അതിനാണ് ഇത് മുഴുവൻ പറഞ്ഞിട്ട്. എനിക്ക് സന്തോഷത്തോടുകൂടി ഇരിക്കണമെങ്കിൽ, ഞാൻ സന്തോഷത്തോടുകൂടിയല്ല ജീവിക്കുന്നതെങ്കിൽ ഈ മനുഷ്യജന്മം കിട്ടിയ നമ്മൾ നമ്മുടെ ജീവിതം വ്യർത്ഥമാക്കുകയാണ് എന്ന്. പട്ടിക്കും പൂച്ചയ്ക്കും ആനന്ദത്തോടുകൂടി ഇരിക്കാനുള്ള അവകാശമുണ്ടോ? കഷ്ടമാണ് അവരുടെ കാര്യം. നമ്മൾ ഇടുന്ന തുടലിട്ടിട്ട് നമ്മൾ കൊടുക്കുന്ന എച്ചിലും കഴിച്ച് ജീവിക്കേണ്ടവര് പറയുമ്പോ വലിയ ജർമ്മൻ ഷെപ്പേർഡും മറ്റേ റോഡ് വീലറൊക്കെയാ. പക്ഷെ നമ്മൾ കൊടുത്താലേ അവർക്ക് സ്വാതന്ത്ര്യമുള്ളൂ. മനസ്സിലായില്ലേ? നമുക്ക് ഇത്രയും ഇത്രയും സ്വാതന്ത്ര്യം കിട്ടിയിട്ട്, നമുക്ക് ഈ ഒരു സാധ്യത കിട്ടിയിട്ട് നമ്മള് അത് സന്തോഷത്തോടുകൂടി ജീവിക്കുന്നില്ല എങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതം വ്യർത്ഥാക്കുക. ഓരോ നിമിഷവും എനിക്ക് ആനന്ദിക്കാനുള്ള വഴികളാണ്. അത് ഞാൻ ചെയ്യാതെ ഞാൻ എൻ്റെ ദുഃഖം എണ്ണിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ദുഃഖിച്ചോണ്ടിരിക്കുകയാണ് എങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതം വ്യർത്ഥാക്കുക. മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ദുഃഖിക്കേണ്ടവനല്ല. പക്ഷെ ദുഃഖിക്കേണ്ടവനല്ല എന്നതിലേക്ക് എനിക്ക് എങ്ങനെ ഉയരാൻ പറ്റും? കർമ്മയോഗത്തിൽ കൂടി ഉയരാൻ പറ്റും. അതിനെന്ത് വേണം? പ്രധാനപ്പെട്ട പോയിന്റ്, യജ്ഞഭാവനയില് നിൽക്കണം. യജ്ഞഭാവന, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇനി 2 ശ്ലോകം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ സെഷൻ നിർത്തും. എന്താ? അപ്പോഴത്തേക്ക് ഒരു ടോപ്പിക്ക് കഴിയും. ഇതൊന്നും ചെയ്യേണ്ടതായിട്ടില്ലാത്തതായിട്ടുള്ള ആൾക്കാരുണ്ടോ? ഇങ്ങനെ യജ്ഞമൊന്നും ചെയ്യേണ്ടതായിട്ട് വേണ്ടാത്ത ആൾക്കാരുണ്ടോ? ഉണ്ട്. ആരാണ്? ഓൾറെഡി ആ ഒരു തലത്തിലെത്തിയവര്. അവർക്ക് ഇതിന്റെ ആവശ്യമില്ല. ഏത്? മുക്തപുരുഷന്മാര്. അവർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ആരെങ്കിലും മുക്തപുരുഷന്മാരാണോ? അല്ല. അതുകൊണ്ട് ചെയ്യണം. അതാണ് പോയിന്റ്. അർജുനോട് ഭഗവാൻ പറയും, എന്താണ്? ഏതൊരു മനുഷ്യനാണോ, പറയും, യസ്വാത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. 17ാമത്തെ ശ്ലോകം എന്താണ്? എന്നാൽ ഏതൊരു മനുഷ്യൻ ആത്മാവിൽ തന്നെ രതിയും ആത്മാവിൽ തന്നെ തൃപ്തിയും ആത്മാവിൽ തന്നെ സന്തോഷമുള്ളവനുമായിരിക്കുന്നോ അവന് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. അവനവനിൽ തന്നെ സന്തോഷം, വേറൊന്നിൻ്റെയും ആവശ്യമില്ലാതെ ആനന്ദത്തോടു കൂടി ആർക്കിരിക്കാൻ പറ്റുന്നോ അവൻ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ആർക്കാണോ അവനവനിൽ തന്നെ ആനന്ദത്തോടു കൂടി ഇരിക്കാൻ പറ്റുന്നത് അവന് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ എന്താ ഈ തൃപ്തി, സന്തുഷ്ടി, രതി? 3 കാര്യങ്ങൾ. അത് മാത്രം ഒന്ന് നോക്കി പോകാന്ന. എന്താണ്?
എനിക്ക് വിശക്കുന്നുണ്ട്, ആരാണ്ട് കഞ്ഞി കൊണ്ട് തന്നു. എനിക്ക് വിശക്കുന്ന സമയത്ത് ആരോ എനിക്ക് കഞ്ഞി കൊണ്ട് തന്നു. ഈ കഞ്ഞി എന്ന് പറയുന്ന സാധനം എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. പക്ഷെ വിശപ്പിന്റെ കാഠിന്യം മൂലം ഞാൻ എന്ത് ചെയ്തു, ഈ കഞ്ഞി കഴിച്ചു. മനസ്സിലായല്ലേ? എന്റെ വിശപ്പ് മാറി. ഇവിടെ വയറ് നിറഞ്ഞു, തൃപ്തിയായി എന്നാ. എന്നാൽ എനിക്ക് വിശക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഫ്രൈഡ് റൈസും പിന്നെ എന്നാ ഗോബി മഞ്ചൂരിയനോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുതന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോട്ടലിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടേസ്റ്റിലുള്ള സാധനം കൊണ്ട് തന്നെ എൻ്റെ വിശപ്പും മാറി, അതോടൊപ്പം എനിക്ക് ഒരു സന്തുഷ്ടിയും ഉണ്ടായി എന്നാ. മനസ്സിലായില്ലേ? ഇനിയോ ഞാൻ നിറഞ്ഞു. നിറഞ്ഞു. എന്താ ഗോബി മഞ്ചൂരിയൻ, എന്താ ഫ്രൈഡ് റൈസ്, എന്താ എൻ്റെ ചള്ളാസ് എന്ന് പറഞ്ഞ് ഞാൻ മനസ്സുകൊണ്ട് വീണ്ടും 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 അതിൽ കൂടെ പോകുന്നില്ലേ? ഇതിനെയാണ് രതി എന്ന് പറയാം. അപ്പൊ ആരാണോ അവനവനിൽ തന്നെ സന്തോഷത്തോടുകൂടി ഇരിക്കുക, വേറൊന്നിന്റെ ആവശ്യമില്ലാതെ, ആരാണോ അവനവനിൽ തന്നെ തുഷ്ടിയോടിരിക്കുക, സന്തുഷ്ടിയോടുകൂടി ഇരിക്കുക, രതിയോടുകൂടി ഇരിക്കുക, സന്തോഷത്തോടുകൂടി തൃപ്തനായിട്ടിരിക്കുക, വേറൊന്നിന്റെയും ആവശ്യമില്ലാതിരിക്കുക, അവന് ഇതൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. എന്താ കാര്യം? അടുത്ത ശ്ലോകത്തിൽ പറയും, നൈവ തസ്യ കൃതേനാർത്ഥ നാകൃതേനേഹ കശ്ചന നചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥ വ്യപാശ്രയ. അവന് ഈ ലോകത്തിൽ കർമ്മം ചെയ്തത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ല, കർമ്മം ചെയ്യാഞ്ഞാലും യാതൊന്നുമില്ല. അവന് സർവജീവികളിൽ ഏതെങ്കിലും കാര്യത്തിന് ആശ്രയിക്കേണ്ടതായിട്ടുമില്ല. നമ്മൾ ഓരോരുത്തരും ആശ്രയിച്ചിട്ടാണ് ജീവിക്കുക. ഈ മുക്ത പുരുഷന് ഇവിടെ ആരോടും ആശ്രയിക്കേണ്ട കാര്യമില്ല. കാര്യം എന്നാ? ഇത് വന്നാലും വന്നില്ലേലും ഇയാൾക്ക് ഒരേപോലെ, ഇയാൾ എപ്പോഴും ആനന്ദത്തിലിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർ കർമ്മം ചെയ്യുവേ. കാര്യം എന്താ? കാര്യം ലോക സംഗ്രഹത്തിന് വേണ്ടിയിട്ട് ചില ആൾക്കാർ ഇതൊന്നും ഇല്ലാതെ നേരെ അവിടെ പോവും, ഹിമാലയത്തിലെങ്ങാനും പോയിരിക്കും. അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാര്യം എന്നാ? അവരെത്തേണ്ടിടത്ത് എത്തി എന്നുള്ളതാണ്. ചോദിക്കും, അർജുന നീ അങ്ങനാണോ? അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? നീ നിന്റെ കർമ്മം ചെയ്യൂ. ഇതാണ് പോയിന്റ്. എന്നിട്ട് ഇനി അർജുന സ്പെസിഫിക്കലി എന്തിന് കർമ്മം ചെയ്യണം എന്നുള്ളതാണ് ഇനി വരുന്ന കുറച്ച് ശ്ലോകങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് അടുത്ത ക്ലാസ്സിൽ എടുക്കും. ഒന്നുകൂടെ അന്നാദ് ഭവന്തി ഭൂതാനി ആ ഒരു കണക്ഷൻ നോക്കി വെക്കുക. ഓക്കെ, ഞാൻ അടുത്ത പ്രാവശ്യം ഇതൊന്നുകൂടെ വ്യാഖ്യാനിക്കും. ഇന്നെന്താ ഇത്തിരി നേരത്തെ നിർത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു സ്ഥലം വരെ പോകണം. അതുകൊണ്ടാണ് ഇന്ന് എന്തൊക്കെയാണല്ലോ ക്ലാസ് ഒരു കാരണം പറഞ്ഞ് ക്ലാസ് നിർത്താതിരിക്കാനുള്ള കഠിന ശ്രമങ്ങളാണ് ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പം ബാക്കി കാര്യങ്ങള് അതായത് എന്തുകൊണ്ട് അർജുനൻ കർമ്മം ചെയ്യണം, അർജുനൻ എന്തുകൊണ്ട് കർമ്മത്തിൽ നിന്ന് ഓടിപ്പോകരുത് എന്നുള്ളത് ഇനി വരുന്ന കുറച്ച് ശ്ലോകങ്ങളിൽ നമ്മൾ കാണും. നമ്മൾ അടുത്ത ക്ലാസ്സിൽ. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.